ഹലോ ഫ്രണ്ട്സ്, ഞാൻ നസ്രിയ. നമ്മളിന്ന് അടുക്കള മാജിക് റെസിപ്പീസിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തലശ്ശേരി സ്പെഷ്യൽ സ്നാക്കായ ഇറച്ചിപ്പത്തിലാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇഫ്താറിനെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ 4 രീതിയിലാണ് ഈ ഇറച്ചിപ്പത്തിൽ ഫോൾഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇതിൻ്റെ മസാല ബീഫ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം ചിക്കൻ്റെ മസാലയും ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മെത്തേഡ്. ഇത് 3. അതുപോലെ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡും കൂടെ ഉണ്ട്. ഇത് 4ാമത്തെ മെത്തേഡ്. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോസ് എല്ലാം ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ തന്നെ മൈദ ഉപയോഗിച്ചിട്ട് ഒരല്പം ഉപ്പ് ഇട്ടിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പൊക്കെ നിങ്ങൾ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടിടുക. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഏകദേശം ഉപ്പിട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം എനിക്ക് ആവശ്യം വന്നു. ആ വെള്ളം 1/2 കപ്പ് ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്. അല്പമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ചപ്പാത്തിക്കെല്ലാം കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കണം. ഒരുപാട് ടൈറ്റായി പോകാനും പാടില്ല, ഒരുപാട് ലൂസായി പോകാനും പാടില്ല. ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ഒട്ടിപ്പിടിക്കെല്ലാം ചെയ്യും. പരത്തിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ലൂസാവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് വെള്ളം ശ്രദ്ധിച്ച് കുറേശ്ശെ മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മുടെ മാവ് ഇവിടെ നന്നായി കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നന്നായി കൈകൊണ്ട് പ്രസ് ചെയ്ത് നന്നായി തന്നെ കുഴച്ചെടുക്കുക. അപ്പോഴാണ് നമ്മുടെ ഈ മാവ് നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. ഇനി ഇത് നമുക്കങ്ങ് മാറ്റി വെക്കാം. ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മാവ് ഒന്നുകൂടി സോഫ്റ്റായിട്ട് വരും. ഈ സമയം കൊണ്ട് മഞ്ഞളും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ച ബീഫാണ്. ഇത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ കറിയിൽ നിന്നെല്ലാം ബീഫ് എടുത്തിട്ട് ഇതുപോലെ മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകരുത്, ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നീട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ചൂടായ സമയത്ത് 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 6 സവാള ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, സവാള വളരെ ചെറുതായിട്ടാണ് മുറിച്ചെടുക്കേണ്ടത്. ഇനി അത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ സവാള വഴറ്റുന്ന സമയത്ത് ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് സവാള പെട്ടെന്ന് വഴറ്റി കിട്ടും. ഒരുപാട് സമയം എടുക്കില്ല, വഴണ്ടു വരാൻ ഒരുപാട് സമയം എടുക്കില്ല. അതിനാണ് സവാള വഴറ്റുമ്പോൾ തുടക്കത്തിൽ നമ്മൾ ഉപ്പ് ചേർക്കുക. ഇനി ഇതിലേക്ക് കറിവേപ്പില ആവശ്യത്തിലധികം ചേർത്തോളൂ. നല്ല ടേസ്റ്റാണ്. കറിവേപ്പില ഇതിൽ നല്ലപോലെ വേണം. ഞാനിവിടെ ഒരു 4-5 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ചെറുതായിട്ട് തന്നെ ഇഞ്ചി മുറിച്ചെടുക്കണം, അല്ലെങ്കിൽ പേസ്റ്റാക്കി എടുത്താലും മതി. പിന്നെ 3 പച്ചമുളക് 3 ചെറുതായി വട്ടത്തിൽ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ബീഫ് ഇട്ട് കൊടുക്കുക. ഇനി ഇതുകൂടെ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കണം. ഈ ബീഫും സവാളയും കൂടെ നല്ല മിക്സായി വരുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ ബീഫും അതേപോലെ ഈ സവാളയെല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നല്ലൊരു പരുവത്തിൽ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില കൂടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് മല്ലിയില ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാതിരുന്നത്. ഇനി ഈ മാവിനെ ചെറിയ ഉരുളകളാക്കി എടുക്കണം. നമുക്ക് ചെറിയ ചപ്പാത്തി പരുവത്തിൽ ഇത് പരത്തിയെടുക്കണം.
ഇത് പരത്തിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ കട്ടി കുറച്ചിട്ട്, മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം കട്ടി കുറക്കാൻ പറ്റുമോ അത്രത്തോളം കട്ടി കുറച്ചിട്ട് മാത്രമേ ഇത് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത് ചെറിയ ഉരുളകളാക്കി എടുക്കാൻ എളുപ്പത്തിന് ഞാൻ ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാതും ഒരേ സൈസിൽ നമുക്ക് പെട്ടെന്ന് ഉരുട്ടിയെടുക്കാൻ കഴിയും. ഇനി ഇത് നമുക്ക് ഓരോ ഉരുളകളാക്കിയിട്ട് പൊടിയിൽ മുക്കിയിട്ട് പരത്തിയെടുക്കണം. നമ്മൾ പരത്തുന്നതിന് മുമ്പ് നമ്മൾ ചപ്പാത്തി പരത്തുന്ന കല്ലുമ്മലും പൊടിയാക്കി കൊടുക്കണം. അതുപോലെ ചപ്പാത്തി റോളർമലും പൊടിയാക്കി കൊടുക്കണം. അപ്പോൾ അടിയിലും മുകളിലൊന്നും അധികം ഒട്ടിപ്പിടിക്കാതെ നമുക്ക് പരത്തിയെടുക്കാൻ കഴിയും. കാരണം ഇത് നമ്മൾ വളരെ കട്ടി കുറച്ചിട്ടാണ് പരത്തുന്നത്. അപ്പോൾ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അടിഭാഗത്തും അതേപോലെ ചപ്പാത്തി റോളർമലും പൊടിയാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ പരത്തിയെടുക്കാൻ കഴിയും. ഇതുപോലെ ചപ്പാത്തി വളരെ കട്ടി കുറച്ചിട്ടാണ് പരത്തിയെടുക്കേണ്ടത്. അടിയിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ പതുക്കെ മാത്രം അടർത്തിയെടുക്കുക, അല്ലെങ്കിൽ കീറിപ്പോവും. അപ്പോൾ ഇതുപോലെ വളരെ കട്ടി കുറച്ചിട്ട് മാത്രം നേർങ്ങനെ പരത്തിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ അടപ്പോ അല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ ബോട്ടിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുപ്പിയുടെ അടപ്പോ എന്തെങ്കിലും എടുക്കാം. എന്നിട്ട് ഇതുപോലെ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോഴായിരിക്കും നമുക്ക് എല്ലാം ഒരേ സൈസിൽ കിട്ടുകയും ചെയ്യും, നല്ല ഭംഗിയുണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരേ സൈസിൽ മുറിച്ചെടുക്കുന്നത്. നമ്മളിതുപോലെ ഓരോ പീസ് ഉണ്ടാക്കുമ്പോഴും കയ്യിലൊരല്പം പൊടി തടവിയിട്ട് അത് ഇതുമേലെ ആക്കിയിട്ട് വേണം എടുത്ത് മാറ്റി വെക്കാൻ, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് ഒട്ടിപ്പിടിക്കും. അതുപോലെ ഇതെല്ലാം അട്ടിക്കട്ടിക്കായിട്ട് അടക്കി വെക്കുകയും ചെയ്യരുത്. മാക്സിമം വിട്ടിട്ട് ഒരു വലിയ തളികയിലോ മറ്റോ വിട്ടിട്ട് പരത്തി വെക്കണം. ഒരുമിച്ച് അട്ടിക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലാസ്റ്റ് ഇത് ഫില്ല് ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടെ ഒരുമിച്ച് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരല്പം വലുതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് 2 റൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വലുതുണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഇതുപോലെ മുറിച്ചെടുത്താലും മതി. ഒരുപാട് വലുതാകുമ്പോൾ നമുക്ക് വളരെ കട്ടി കുറച്ചിട്ട് പരത്തിയെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെറുത് ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അടിയിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ പതുക്കെ ശ്രദ്ധിച്ച് മാത്രം എടുക്കുക, അല്ലെങ്കിൽ കീറിപ്പോവും. ഇനി ഇത് നമുക്ക് പൊടി തടവിയിട്ട് എടുത്തു വെക്കാം. അതുപോലെ ബോർഡുമേലും തന്നെ നമ്മൾ പൊടി തടവിന് ശേഷം മാത്രമാണ് രണ്ടാമത് വീണ്ടും പരത്തേണ്ടത്. ഇനി നമുക്ക് ഇതുപോലെ എല്ലാ റോളുകളും പരത്തിയെടുക്കാം. അതിനുശേഷം ഫില്ലിങ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. മസാല നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല അത്യാവശ്യം ചൂടാറി കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അത് ഞാൻ ഒരു ചപ്പാത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഫില്ലിങ് വെച്ചിട്ടുണ്ട്. വീണ്ടും ഒരു ചപ്പാത്തി കൂടെ അതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ചപ്പാത്തി എന്ന് പറയുന്നത്. ഇത് വളരെ ചെറുതാണ്, ചപ്പാത്തിയുടെ വലിപ്പമൊന്നുമില്ല. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളെല്ലാം ഒരുമിച്ച് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടർന്നു പോരും. അപ്പോൾ ഇത് വിരൽ ഉപയോഗിച്ചിട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിന് ഒരു ഡിസൈന് വേണ്ടിയിട്ട് ഒരു പല്ല് പോലെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. എല്ലാത്തിനും ഇതുപോലെ ഒരുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. വളരെ പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ടെക്നിക്കാണ്. ഇതുപോലെ റൗണ്ടിൽ മുഴുവനായിട്ടും ചെയ്തെടുക്കുക. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഗസ്റ്റ് എല്ലാം വരുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റൊരു മെത്തേഡ് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നേരത്തെ നമ്മൾ കാണിച്ച പോലെ ചെറിയൊരു ചപ്പാത്തി എടുക്കുക, എന്നിട്ട് അതിൽ ഫില്ലിങ് നിറച്ച് കൊടുക്കുക. വീണ്ടും മറ്റൊരു ചപ്പാത്തി എടുത്തിട്ട് അത് കവർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ സൈഡ് ഭാഗങ്ങളെല്ലാം നന്നായി പ്രസ് ചെയ്തിട്ട്
ഒരുമിച്ചാക്കി കൊടുക്കുക. ഫില്ലിങ് അധികമായി പോയി കഴിഞ്ഞാൽ നമുക്കിത് കവർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഫില്ലിങ് ആക്കി കൊടുക്കുക. അതിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഫില്ലിങ് ആക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളെല്ലാം നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായി പ്രസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും. നമുക്ക് നേരത്തെ പല്ലുണ്ടാക്കിയതുപോലെ അത്ര തന്നെ കഷ്ടപ്പാടുമില്ല, പെട്ടെന്ന് ചെയ്തെടുക്കാൻ കഴിയും. നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഡിസൈൻ കൊടുക്കാൻ ആഗ്രഹമില്ലെങ്കിൽ ഇതുപോലെ ചെയ്താലും മതി. ഇത് പെട്ടെന്ന് ചെയ്ത് തീരും. അറിയാത്തവർക്കൊക്കെ ഇതാണ് ഏറ്റവും സിമ്പിള്. ഇതുപോലെ എല്ലാ വശവും ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലൊരു ഡിസൈനായി കിട്ടും. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു മെത്തേഡിൽ നമുക്ക് പരത്തിയെടുക്കാം. ഒരു അധികം വലുപ്പമില്ലാത്ത ഒരു പത്തിരിൻ്റെ ഒക്കെ വലുപ്പത്തിലുള്ള ഒരു ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുക. വളരെ കട്ടി കുറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് പൊടിയാക്കി കൊടുക്കണം. വളരെ കട്ടി കുറഞ്ഞിട്ടാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. ഇതൊരു വലിയ ചപ്പാത്തിയുടെ വലുപ്പമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ നടുഭാഗത്ത് നിന്ന് ഒരല്പം കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. ഇതിനെ സാധാരണ ഒരു പത്തിരിയുടെ വലുപ്പമാക്കിയിട്ട് 2 പീസാക്കുക ചെയ്യുക. എന്നിട്ട് 2 പീസും എടുക്കും. ഇത് വലുപ്പം കൂടിപ്പോയതുകൊണ്ട് ഇതിൻ്റെ 2 സൈഡും എടുക്കുന്നുണ്ട്. നടുഭാഗത്തു നിന്ന് ഒരല്പം കട്ട് ചെയ്ത് ഒഴിവാക്കി കളയുക ഞാൻ ചെയ്യുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് കിട്ടും. ഇനി ഇതിനെ ഫില്ലിംഗ് ആക്കിയിട്ട് പകുതിയിൽ മടക്കിയെടുക്കണം. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ പിന്നെ വേറൊരു ഡിസൈനായി കിട്ടും. സാധാരണ വീടുകളിലൊക്കെ ഈ ഒരു രീതിയിലാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ റൗണ്ടിലും തയ്യാറാക്കാം, അതുപോലെ ഇതുപോലെ ഉണ്ടാക്കാൻ എടുക്കാം. ഇതായിരിക്കും കുറച്ചുകൂടി ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമായിട്ടുള്ള മെത്തേഡ്. സാധാരണ ഞങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ശേഷം ചെറുതായിട്ട് പല്ലുണ്ടാക്കി കൊടുക്കുക. അതിന് ഇനി പല്ലുണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നേരത്തെ കാണിച്ചതുപോലെ ഫോർക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി. അപ്പോൾ അത് വേറൊരു ഡിസൈനായി കിട്ടും. അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ഇത് ചെയ്യുക. പിന്നെ വേറൊരു രീതി ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. നമ്മൾ ആദ്യം ഐസ്ക്രീമിൻ്റെ ബോട്ടിൽ വെച്ചിട്ട് കട്ട് ചെയ്തിരുന്നതിൽ ഒരു പീസ് മാത്രം എടുത്തിട്ട് ഇതുപോലെ മടക്കി എടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ഇതുപോലെ പല്ലുണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അത് വേറൊരു മോഡലായിട്ടാണ് വരിക. ഞാൻ ഉണ്ടാക്കിയതിന് ശേഷമുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മളിനി ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും. നന്നായി ചൂടായ എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് 2 വശവും വേവിച്ചെടുക്കുക. ശേഷം കോരിയെടുക്കുക. നിങ്ങളുടെ പാത്രത്തിന് വലുപ്പത്തിനനുസരിച്ചിട്ട് 1, 2, 3 എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു രീതിയിൽ എല്ലാ ഇറച്ചിപ്പത്തിലും പൊരിച്ചെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ഭംഗിയിൽ നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത് ഉണ്ടാക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചെറിയൊരു കഷ്ടപ്പാടുണ്ട്, എങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളുടെ വീടുകളിലൊക്കെ ഇഫ്താർ വിരുന്ന് നടത്തുന്നുണ്ടെങ്കിൽ അതുപോലെ സാധാരണ എല്ലാവരും നോമ്പ് തുറക്കാനൊക്കെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ അത് പറയണം. എങ്കിലേ നമുക്ക് മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരുത്താൻ കഴിയുള്ളൂ. എനിക്ക് നല്ല ഇഷ്ടമായി. അതുമാത്രമല്ല, വീട്ടിലുള്ള എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടമായി.
നല്ലൊരു റെസിപ്പി ആയിരുന്നു. ഞങ്ങളെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ ഇറച്ചിപ്പത്തിൽ. അപ്പോൾ പിന്നെ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതുപോലെ എല്ലാതും പൊരിച്ചെടുക്കുക. ഇപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് എല്ലാം ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. പിന്നെ മാത്രമല്ല, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ തീർച്ചയായിട്ടും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതിൽ കാണുന്ന ആ ചെറിയൊരു ഇറച്ചിപ്പത്തിലില്ലേ, ആ ഡിസൈനാണ് ഞാൻ കാണിക്കാൻ വിട്ടുപോയത്. അത് തന്നെ നല്ലൊരു ഡിസൈനാണ്. നമ്മൾ സാധാരണ റൗണ്ടിലുള്ള ഒരെണ്ണത്തിന് ഫില്ലിംഗ് ആക്കി കൊടുത്തിട്ട് മടക്കിയെടുത്താൽ മതി. 2 ചപ്പാത്തി, ചെറിയ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടില്ലേ നമ്മൾ, അങ്ങനത്തെ 2 എണ്ണം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒരെണ്ണം ഉപയോഗിച്ചിട്ട് അത് ഫില്ലിംഗ് ആക്കിയിട്ട് മടക്കി കൊടുത്താൽ മതി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.